പണ്ട് കാലത്തെ കഥകളൊക്കെ വെറും കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്തെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം ചിലപ്പോൾ ഈ പഴയ കഥകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. അത്തരത്തിൽ വഞ്ചനയും അതിലേറെ വിശ്വാസത്തെയും കുറിച്ചുള്ള ഒരു കഥയുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ ചോദ്യം എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? അപരിചിതരെ അല്ലെങ്കിൽ വേണ്ടത്ര പരിചയമില്ലാത്ത ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മൾ എത്രത്തോളം ചിന്തിക്കാറുണ്ട്? കാരണം നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്ന കഥയുടെ ആത്മാവ് തന്നെ ഈ ഒരു ചോദ്യത്തിലാണ് കിടക്കുന്നത്. ഇത് വെറുമൊരു കഥയല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും പ്രസക്തമായ ഒരു കാര്യമാണല്ലേ? അതെ, നമ്മൾ സംസാരിക്കുന്നത് സൂത്രശാലിയായ ഒരു കുറുക്കന്റെയും കാര്യമായിട്ടൊന്നും ആലോചിക്കാതെ എടുത്തുചാടുന്ന ഒരു ആടിന്റെയും കഥയാണ്. ഇത് വെറുമൊരു കുട്ടിക്കഥയായിട്ട് കാണരുത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തന്ത്രപൂർവം നമ്മളെ പ്രലോഭിപ്പിക്കുന്നവരെക്കുറിച്ചും ആ പ്രലോഭനങ്ങളിൽ വീണുപോകുമ്പോഴുള്ള അപകടങ്ങളെക്കുറിച്ചുമുള്ള ഒരു കിടിലൻ പഠനമാണിത്. അപ്പോ കഥ തുടങ്ങുന്നതിങ്ങനെയാണ്. ഒരു കുറുക്കൻ, അവന് സഹിക്കാൻ പറ്റാത്ത ദാഹം, വെള്ളം അന്വേഷിച്ച് എല്ലായിടത്തും ഓടി നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് അവനൊരു കിണറ് കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ദാഹം സഹിക്കാൻ വയ്യാതെ നേരെ കിണറ്റിലേക്ക് ഇറങ്ങിച്ചെന്നു. ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ച് ദാഹം മാറിയപ്പോഴാണ് അവൻ ആ സത്യം തിരിച്ചറിയുന്നത്. അയ്യോ, ഈ കിണറിന്റെ പുറത്തേക്ക് കയറാൻ പടികളൊന്നുമില്ല, ഭിത്തിയാണെങ്കിൽ നല്ല വഴുക്കലും, ഒറ്റയ്ക്കിതിൽ നിന്ന് മുകളിലേക്ക് കയറാൻ ഒരു വഴിയുമില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുറുക്കൻ ആ കിണറ്റിൽ ശരിക്കും പെട്ടുപോയി. അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ നിരാശനായി കിണറ്റിൽ നിൽക്കുമ്പോഴാണ് കഥയിലേക്ക് നമ്മുടെ രണ്ടാമത്തെയാള് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൂടിക്കാഴ്ചയാണ് കഥയെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത്. ഇവിടെയാണ് നിഷ്കളങ്കതയും കൗശലവും നേർക്കുനേർ വരാൻ പോകുന്നത്. ഇപ്പൊ നോക്കൂ, രണ്ടുപേരുടെയും അവസ്ഥ തമ്മിലുള്ള വ്യത്യാസം. കുറുക്കൻ കിണറ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്, പക്ഷേ അവൻ ഭയങ്കര സൂത്രശാലിയാണ്. ആടാണെങ്കിലോ സ്വതന്ത്രനാണ്, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. പക്ഷെ പാവം അത്ര ശ്രദ്ധയൊന്നുമില്ല. ഒരാളുടെ നിരാശയും മറ്റൊരാളുടെ അശ്രദ്ധയും. ഈ ഒരു കോമ്പിനേഷനാണ് ഇനി വരാൻ പോകുന്ന ചതിയുടെ പ്രധാന കാരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാഹിച്ചു വലഞ്ഞൊരാട് ആ വഴി വരുന്നത്. അവൻ കിണറ്റിലേക്കെത്തി നോക്കിയപ്പോൾ ദാ ഉള്ളിലൊരു കുറുക്കൻ നിൽക്കുന്നു. ആട് വിചാരിച്ചത് കുറുക്കൻ അവിടെ വെറുതെ വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണെന്നാണ്. അവൻ അവിടെ പെട്ടിരിക്കുകയാണെന്ന് ആ പാവത്തിന് മനസ്സിലായില്ല. കുറുക്കനാണെങ്കിൽ ഇതുതന്നെ അവസരം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ഇവിടെയാണ് കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തുടങ്ങുന്നത്. കുറുക്കൻ തന്റെ സംസാരത്തിലൂടെ ആടിന്റെ ദാഹത്തെ, അവന്റെ ആഗ്രഹത്തെ എങ്ങനെയാണ് മുതലെടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. ആട് വളരെ മര്യാദക്കാരനാണ്. അവൻ ചോദിക്കുന്നത് കണ്ടോ, സുഹൃത്തെ, വെള്ളം കുടിക്കാൻ നല്ലതാണോ എന്ന്. ഒരു സംശയവുമില്ല, കിണറ്റിലുള്ള ആളെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. ഇനി കുറുക്കന്റെ മറുപടി നോക്കൂ, എന്തൊരു തന്ത്രപരമായ മറുപടിയാണത്. വെള്ളം നല്ലതാണ് എന്ന് മാത്രമല്ല അവൻ പറയുന്നത്, ഞാൻ ഇതുവരെ കുടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല വെള്ളമാണിത് എന്നൊരു തള്ളും കൂടെ കൊടുക്കുന്നു. എന്നിട്ടൊരു ഓഫറും, താഴെ ഇറങ്ങിയൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ആടിന്റെ ചിന്തിക്കാനുള്ള കഴിവിനെ മറികടക്കാൻ ആ ഒറ്റവാചകം മതിയായിരുന്നു. അവിടെയാണ് ആടിന് തെറ്റുപറ്റുന്നത്, ഏറ്റവും വലിയ തെറ്റ്. കിണറ്റിലേക്ക് ഇറങ്ങുന്നതിനു മുൻപ് തിരികെ കയറാൻ പറ്റുമോ എന്നൊന്നും അവൻ നോക്കിയില്ല. ആ നല്ല വാക്ക് കേട്ടപാടെ ആ വാഗ്ദാനത്തിൽ മയങ്ങി രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒറ്റച്ചാട്ടം. അതോടെ കഥ മാറി. അങ്ങനെ ആടും കിണറ്റിലെത്തി. ഇനിയാണ് കുറുക്കന്റെ പ്ലാനിന്റെ അടുത്ത ഘട്ടം. ഇനി നടക്കാൻ പോകുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ആട് എത്രത്തോളം നിഷ്കളങ്കനും കുറുക്കൻ എത്രത്തോളം ക്രൂരനുമാണെന്ന്. കുറുക്കന്റെ പ്ലാൻ വളരെ സിമ്പിളാണ്, പക്ഷെ അത്രയും ക്രൂരവുമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് നല്ല വാക്ക് പറഞ്ഞ് ആടിനെ കിണറ്റിലേക്ക് ആകർഷിക്കുക. അത് നടന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ആടിന്റെ മുതുകത്ത് ചവിട്ടി മുകളിലേക്ക് കയറുക. മൂന്നാമത്തെ സ്റ്റെപ്പ് തന്നെ സഹായിച്ച ആടിനെ ആ കിണറ്റിൽ തന്നെ ഉപേക്ഷിച്ച് സ്ഥലം വിടുക. ക്ലിയർ പ്ലാൻ. കുറുക്കൻ ആടിന്റെ മുകളിൽ ചവിട്ടി ഒറ്റച്ചാട്ടത്തിന് കിണറിന് പുറത്തെത്തി. എന്നിട്ട് ഒരു കൂസലമില്ലാതെ അവിടെ നിന്ന് സന്തോഷിക്കുന്നത് കണ്ടപ്പോഴാണ് ആ പാവമാടിന് കാര്യം മനസ്സിലായത്. താൻ ചതിക്കപ്പെട്ടു. താനിപ്പോൾ ആ കുറുക്കൻ നേരത്തെ നിന്ന അതേ അവസ്ഥയിലാണ്, കിണറ്റിൽ ഒറ്റയ്ക്ക്. ആടിന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കവന്റെ സങ്കടം മനസ്സിലാവും. എന്തിനാ എന്നെ ചതിച്ചത്? ഇവിടെ പടികളില്ലെന്ന് എന്താ പറയാതിരുന്നത്? ആ ചോദ്യത്തിൽ അവന്റെ വേദനയുണ്ട്, നിരാശയുണ്ട്, എല്ലാത്തിനുമുപരി താൻ വിശ്വസിച്ചൊരാളിങ്ങനെ ചെയ്തല്ലോ എന്ന് ഞെട്ടലുണ്ട്. പക്ഷെ കുറുക്കന്റെ മറുപടി കേൾക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. ഒരു തരിമ്പു പോലും സഹതാപമില്ലാതെ അവൻ പറയുകയാണ്, ഞാനെന്തിനു പറയണം? ചാടുന്നതിനു മുൻപ് തിരികെ കയറാൻ പറ്റുമോ എന്ന് നിനക്ക് നോക്കാമായിരുന്നില്ലേ എന്ന്. അതായത്,
നിനക്ക് പറ്റിയ അബദ്ധത്തിന് ഞാൻ ഉത്തരവാദിയല്ല, അത് നിന്റെ മാത്രം കുഴപ്പമാണ് എന്ന് മുഖത്ത് നോക്കി പറയുകയാണ്. എത്ര ക്രൂരമാണിത്! അപ്പോ ഈ കഥ ഒരു കുറുക്കന്റെയും ആടിന്റെയും മാത്രമല്ല അല്ലേ? ഇത് ശരിക്കും മനുഷ്യന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചാണ്, നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചാണ്. ഈ പഴയ കഥയിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ എന്താണ് ഈ കഥയുടെ പ്രധാന ഗുണപാഠം? വളരെ ലളിതമാണ്. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിക്കുന്നതിനു മുമ്പ് ഒന്ന് ചിന്തിക്കുക. കാര്യങ്ങൾ സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഈ പറയുന്ന പാഠങ്ങളൊക്കെ ഇന്നത്തെ കാലത്തും എത്ര പ്രസക്തമാണെന്ന് നോക്കിക്കേ. ഒരു വമ്പൻ ഓഫറുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുമ്പം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിനു മുൻപ്, അല്ലെങ്കിൽ എളുപ്പത്തിൽ പണം ഇരട്ടിപ്പിക്കാമെന്ന ആരെങ്കിലും പറയുമ്പോൾ അതിൽ കൊണ്ടുപോയി പണമിടുന്നതിനു മുൻപ് ഈ ആടിനെ ഓർത്താൽ മതി. ആ കിണറ്റിൽ നിന്ന് പുറത്തു വരാൻ ഒരു വഴിയുണ്ടോന്ന് അവനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ചാടുന്നതിനു മുമ്പ് നോക്കുക, സാഹചര്യം സ്വയം വിലയിരുത്തുക, ആരാണിതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നതെന്നും ചിന്തിക്കുക. അപ്പോ ഈ കഥ ഇവിടെ തീരുമ്പോ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ആകർഷകമായ വാക്കുകളുമായി നമ്മളെ സമീപിക്കുന്ന, പക്ഷെ അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന എത്ര കുറുക്കന്മാരുണ്ടാവും? അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ ഒരുപക്ഷെ ഈ പഴയ കഥ നമ്മളെ സഹായിച്ചേക്കാം, അല്ലേ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.